അത് ഭയങ്കര മനപ്രയാസം ഉണ്ടാക്കി ഇവർക്കും ഇവരുടെ അച്ഛനൊക്കെ. വീട് തിരിച്ചു കൊടുത്തുമില്ല, കോടതിയിൽ പിന്നെ തിരിച്ചു കേസും കൊടുത്തു, ഇവർ പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞിട്ട്. അന്നത്തെ കാലത്ത് സാക്ഷി പറയാൻ ആരും ഉണ്ടായിരുന്നില്ല, ഇവർക്ക് വേണ്ടി വാദിക്കാനും ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അച്ഛനും ഇവരും കൂടി ഭയങ്കര വിഷമിച്ചിട്ട് ബാങ്കെ ബിഹാരി ടെമ്പിളിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആ വൃദ്ധൻ കരഞ്ഞ് സങ്കടത്തോടെ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിനോട്. ദൈവത്തിനെ തന്നെ സാക്ഷിയായി വിളിക്കാൻ ആവശ്യപ്പെടുകയാണ്. കാരണം വേറെ ഒരാളും സാക്ഷി പറയാനും ഇല്ല. വീടും പോയി, കൊടുത്ത പൈസയും പോയി. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ആ വൃദ്ധൻ ഭയങ്കര വിഷമിച്ച് അമ്പലത്തിൽ നിന്ന് കരയാണ്. വൃദ്ധൻ അവിടെ അമ്പലത്തിൽ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച് ക്ഷേത്രത്തിന് പുറത്ത് തന്നെ ഉറങ്ങിപ്പോയി. അങ്ങനെ അപ്പോൾ അയാളുടെ സ്വപ്നത്തിൽ ബാങ്കെ ബിഹാരി പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കേസിൽ സാക്ഷിയാകാം, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ, ഒന്നിനെക്കുറിച്ചും വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് കേട്ടിട്ട് അവർ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം ജഡ്ജി സാക്ഷിയെ വിളിക്കുമ്പോൾ ഇവർ ബാങ്കെ ബിഹാരി എന്ന് പറഞ്ഞിട്ട്